ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചതവുകൾ മരണകാരണമല്ല. ലിവർ സിറോസിസും വൃക്കകളിൽ മുഴകളും ഹൃദയധമനികളിൽ 75% ബ്ലോക്കും ഉണ്ടായിരുന്നു. രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം പൂർണ്ണമായി വ്യക്തമാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവികമായി തന്നെ സംഭവിച്ചതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെ? രോഹിണി, ഗോപൻ സ്വാമിയുടെ മരണത്തിൽ മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം. സ്വാഭാവികമായ മരണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സമാധി പിന്നീട് വീണ്ടും പുറത്തെടുത്ത് അത് പരിശോധന നടത്തുന്ന പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇനി രാസപരിശോധന ഫലം വന്നാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റ് അസ്വാഭാവികത തന്നെ ഇല്ല എന്നുള്ളതാണ്. അതായത് കുടുംബം എന്താണോ പറഞ്ഞത് അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ചില മുറിവുകൾ ഈ ഗോപൻ സ്വാമിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അത് മുഖത്തും മൂക്കിലും ചെവിയുടെ പുറകിലും ഉൾപ്പെടെ ആ മുറിവുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും തന്നെ ആഴത്തിലുള്ള മുറിവുകളല്ല. മാത്രമല്ല ഈ മുറിവുകൾ മരണത്തിന് കാരണമായിട്ടില്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഗോപൻ സ്വാമിക്ക് പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അത് ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു, വൃക്കകളിൽ മുഴകൾ ഉണ്ടായിരുന്നു, ഹൃദയധമനികളിൽ 75%-ലധികം ബ്ലോക്കും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റു തരത്തിലുള്ള അസ്വാഭാവികതയൊന്നും തന്നെ ഇല്ല. സ്വാഭാവിക മരണമാണ്. ഇനി ആന്തരിക പരിശോധനാ ഫലം വന്നാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതോടൊപ്പം തന്നെ അല്പസമയം മുൻപാണ് ഗോപൻ സ്വാമിയുടെ കുടുംബം, ഭാര്യയും രാജസേനനും ഒപ്പം മക്കൾ രണ്ടുപേരും മാധ്യമങ്ങളെ കണ്ടത്. അവർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് തങ്ങൾക്ക് കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല. ഈ സമാധിയുമായി ബന്ധപ്പെട്ട് പണം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവർ ഉപജീവന മാർഗത്തിന് വേണ്ടി ഈ സമാധിയെ ഉപയോഗിക്കുന്നു എന്നുള്ള പലതരത്തിൽ വ്യാജ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ തെറ്റായി പ്രചരിപ്പിക്കുന്നതാണ്. സമാധിയുമായി ബന്ധപ്പെട്ട് പണം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും നിലനിൽക്കുന്നില്ല. ആ സമാധി അതുമായി ബന്ധപ്പെട്ടുള്ള പണമൊക്കെ തന്നെ ക്ഷേത്രത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുന്നതാണ്. ഏറെ നാളായി വളരെ കഷ്ടപ്പെട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ സമാധി എന്ന് പറയുന്നത് അവരുടെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ തന്നെ ഭാഗമാണ്. അത് അദ്ദേഹം മരണപ്പെട്ട ആ ഒരു സമയത്തും താൻ സമാധിയാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഒരു വിശ്വാസത്തിന്റെ മാത്രം കാര്യമാണ്. അതൊരു ഭക്തി മാർഗമാണ്. അല്ലാതെ ഉപജീവനത്തിന് വേണ്ടി ഈ സമാധി പണമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. നിലവിലിവിടെയുള്ള പശുക്കളെ വിറ്റിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എന്നുള്ളത് ഈ കുടുംബം പറയുന്നുണ്ട്. ആ പശുക്കളെ തിരിച്ച് വാങ്ങിത്തരാം എന്നുള്ളത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിലൂടെ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തും. ഇത്തരത്തിൽ വ്യാജമായി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അതൊട്ടും ശരിയല്ല. അദ്ദേഹത്തിന്റെ സമാധിയാണ്, അതൊരു ഉപജീവന മാർഗമോ ഒന്നുമല്ല. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഈ കുടുംബം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും കുടുംബം പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അസ്വാഭാവികമായി ഒന്നും തന്നെയില്ല. ശരീരത്തിൽ കണ്ട മുറിവുകൾ, ആ മുറിവുകളൊക്കെ തന്നെ മരണകാരണം ആയേക്കാവുന്ന മുറിവുകളല്ല എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും അന്തിമമായി രാസപരിശോധന ഫലം വന്നാൽ മാത്രമേ ഈ മരണകാരണം എന്താണ് എന്നുള്ളതിൽ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഈ മരണത്തിൽ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും ഇല്ല. രോഹിണി. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.